Asslaamu alaikum. Welcome to my channel. ഇന്നൊരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കുന്നത്. അത് ട്രെയിൻ യാത്രയിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. തലേ ദിവസം മാവ് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ ആകുമ്പോഴാണെങ്കിൽ പാക്കിംഗ് സൗകര്യമാണ്. ദോശ വേറെ കറി വേറെ ഇതൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ദോശമാവ്. എന്നാലും എൻ്റെ ഒരു അളവ് ഞാൻ പറഞ്ഞു തരാം. 2 കപ്പ് പച്ചരി, 1/4 കപ്പ് ഉഴുന്ന്, 1 തവി ചോറ്. ഇനി ചമ്മന്തി റെഡിയാക്കുക. അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു 3 ചെറിയ സവാളയും കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ടൊരു 4 കശ്മീരി ചില്ലി ഇട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ബിരിയാണി മുളക്. ഇനി ഒരു 10-12 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നാല് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി എപ്പോഴും സവാള ഇപ്പം 3 എണ്ണം എടുത്ത് അപ്പോൾ 1 എണ്ണം കൂടുതലാക്കി തക്കാളി എടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചമ്മന്തിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് ദോശ ഒന്ന് ചുട്ടെടുക്കുക. സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ഇങ്ങനെ ചുട്ടെടുത്ത് കഴിയുമ്പോൾ ബട്ടറോ നല്ലെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ദോശയുടെ മീതെ അങ്ങനെ ചമ്മന്തി ഇട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് പരത്തി കൊടുക്കുക. ഒന്ന് ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പാക്കിംഗ് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ കോൺ ഷേപ്പിലാക്കി മടക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.